ഹായ് വെൽക്കം ടു ആർസിമെക്. ഇന്ന് നമ്മൾ ഗ്യാരേജിലേക്ക് പുതിയൊരു വണ്ടി മേടിച്ചിട്ടുണ്ട്. ദേ സാധനം വന്നേക്കുന്നത് ഒരു അടിപൊളി ബോക്സിലാണ് കേട്ടോ. ഇതേ കണ്ടല്ലോ, ഇതാണ് ഐറ്റം. അപ്പോൾ ഈ ഒരു ബോക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും, FMSന്റെ വണ്ടിയാണ് കേട്ടോ. കാരണം FMSന്റെ വണ്ടികളെല്ലാം തന്നെ വരുന്നത് ഇതുപോലുള്ള അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോക്സിനകത്താണ്. അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാനൊക്കെ നമുക്ക് കുറച്ച് പാടാണ്. പിന്നെ ഈ വണ്ടി നമ്മൾ മേടിച്ചത് ബ്രാൻഡ് ന്യൂ അല്ല, യൂസ്ഡ് വണ്ടിയാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. ഒരു ഡാമേജും ഇല്ലാത്ത അത്യാവശ്യം ബ്രാൻഡ് ന്യൂ പോലെ തന്നെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് RC മോട്ടോർ വർക്സിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ. അവരുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അവരുടെ കയ്യിൽ യൂസ്ഡ് വണ്ടികൾ വരുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല പ്രൈസിൽ നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. കണ്ടല്ലോ, ബോക്സ് തുറക്കുമ്പോഴത്തേക്കിനും എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അടിപൊളി കളറാണ്. വണ്ടിയുടെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. പക്കാ സ്കെയിൽ മോഡൽ വണ്ടിയാണ്. അത് ഞാൻ വണ്ടി പുറത്തേക്ക് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ബോക്സിൽ വരുന്നത് നമുക്ക് ഒരു റിമോട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ചാർജർ വരുന്നുണ്ട്, പിന്നെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് മാനുവലാണ്. മാനുവൽ നമുക്ക് കിട്ടിയിട്ടില്ല, കാരണം യൂസ്ഡ് വണ്ടി ആയതുകൊണ്ട് മാനുവൽ അവർ PDF ആയിട്ടാണ് അയച്ചു തന്നിരിക്കുന്നത്. നമുക്ക് പാർട്സും കാര്യങ്ങളൊക്കെ മാറണമെങ്കിൽ മാനുവൽ നോക്കിയിട്ട് നമുക്ക് ആ പാർട്സ് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും വണ്ടി പുറത്തോട്ട് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാമേ. ഈ ഒരു സ്കെയിലുള്ള ബാക്കി വണ്ടികൾ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഏകദേശം 25,000 രൂപ അടുത്തങ്ങാണ്ടാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. 23 സംതിങ് ആ റേഞ്ചാന്ന് തോന്നുന്നു. 1/12 സ്കെയിൽ നമുക്ക് വരുന്നതിൽ ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പക്കാ സ്കെയിൽ മോഡലാണ് കേട്ടോ. അതുപോലെ ഡീറ്റെയിലിംഗ് ഒരു രക്ഷയില്ല. ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഫ്രണ്ട് സൈഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒറിജിനൽ വണ്ടിയായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. കാരണം നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഇതിന് നമ്പറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോട്ടോയും കൂടെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പക്ക ഒറിജിനൽ വണ്ടി തന്നെയാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു മോഡൽ ഇവർ ഇറക്കിയിരിക്കുന്നത്. പിന്നെ ലൈറ്റ്സ്, അതുപോലെ ഫോഗ് ലാമ്പ്, ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. കണ്ടോ, ബോണറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എഞ്ചിൻ റൂമൊക്കെ പക്ക ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി കുഞ്ഞിനൊരു ബാറ്ററിയാണ് കേട്ടോ. അപ്പോൾ ബാറ്ററിയും കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. 350 mAh ഒരു ചെറിയ ബാറ്ററിയാണ്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇടാമല്ല, നമ്മൾ വണ്ടിയുടെ ബാക്കിൽ ഓപ്പൺ ചെയ്യുകയോ കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റൊക്കെ തുറന്ന് വെച്ചിട്ട് വണ്ടിയുടെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഇൻറ്റീരിയർ പക്ക റിയലിസ്റ്റിക്കലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡോറും കാര്യങ്ങളെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിലെ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ, പുറകിലത്തെ സീറ്റൊക്കെ ഇങ്ങനെ നമ്മൾ ഒറിജിനൽ ജിമ്നിക്ക് ഉള്ളതുപോലെ തന്നെ മടക്കി ഇടാൻ പറ്റും. അതുപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വീല് നമ്മൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ വീല് തിരിയുന്ന കൊടുത്ത് ഇതിൻ്റെ സ്റ്റിയറിംഗും തിരിയും കേട്ടോ. ഡീറ്റെയിലിംഗ് ഒരു രക്ഷയില്ല. കാരണം വണ്ടി കൈ കിട്ടുന്നിടം വരെ എനിക്ക് ഇത്രയും ഡീറ്റെയിലിംഗ് ആണെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ മിറർ നമ്മുടെ വൈപ്പേഴ്സും ഒക്കെ മൂവ് ചെയ്യാവുന്ന പോലെ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. പക്ക റിയലിസ്റ്റിക് വണ്ടിക്ക് ഉള്ളതുപോലെ തന്നെ. പിന്നെ അടുത്ത എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീലാണ് കേട്ടോ. അടിപൊളിയാണ്. കാരണം നോർമലി ഈ ഒരു സ്കെയിലിൽ വരുന്ന വണ്ടികൾക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വീല് കാണത്തില്ല. ഇത് അതിനകത്ത് സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രസ് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നമ്മൾ ഊരി നോക്കുന്നില്ല. കാണാനും അലോയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതെല്ലാം ഒറിജിനൽ വണ്ടിയുടെ അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വണ്ടിയുടെ അടിയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ, വണ്ടി നമ്മൾ തിരിച്ചു വെച്ച് നോക്കുവാണെങ്കിൽ ഇത് പക്ക ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂൽ ടാങ്കിന്റെ ഡിസൈൻ വരെ ഇവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് 2 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ വരുന്നത്. നമുക്കിത് ലോ സ്പീഡിലും ഹൈ സ്പീഡിലും ഓടിക്കാൻ പറ്റും. ചെറിയ കട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ലോ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതെല്ലാം നമ്മൾ ഓഫ് റോഡിന് വേണ്ടി ടെസ്റ്റ് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന്റെ ബോക്സ് ചെയ്തപ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് റിമോട്ട് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതിൽ വരുന്ന ബേസിക് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമുക്കിവിടെ സ്റ്റിയറിംഗ് ട്രിം വരുന്നുണ്ട്, അതുപോലെ തന്നെ ത്രോട്ടിൽ ട്രിം വരുന്നുണ്ട്, സ്റ്റിയറിംഗ് ഡയറക്ഷൻ വരുന്നുണ്ട്, ത്രോട്ടിൽ ഡയറക്ഷൻ ഉണ്ട്, പിന്നെ ത്രോട്ടിൽ ട്രിം ഉണ്ട്. പിന്നെ ഇവിടെ കുറേ സ്വിച്ചസ് ഉണ്ട്. ഇത് നമുക്ക് ഡ്രാഗ് ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് റിവേഴ്സ്, അതുപോലെ തന്നെ ത്രോട്ടിൽ റിവേഴ്സിൻ്റെ നോർമലി വരുന്ന 2 ബട്ടൺ ഉണ്ട്. ചെറിയ റിമോട്ടാണ്. പിന്നെ ഒരു സംഭവം വരുന്നത് ഇവിടെ ചാനൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ സ്പീഡും ലോ സ്പീഡും ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ബട്ടണാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ടൊരു സ്വിച്ചും വരുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം വണ്ടിയുടെ. അപ്പോൾ ഈ ചാനൽ 4 എന്നുള്ള സ്വിച്ചിൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ ഹെഡ്ലൈറ്റിൽ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഒന്നുകൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, നമ്മൾ തിരിക്കുന്ന സമയത്ത് കണ്ടല്ലോ ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 പ്രാവശ്യം പ്രസ് ചെയ്തിട്ടുള്ളൂ. ഒന്നുകൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഫോഗ് ലാമ്പ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹസാർഡ് ലൈറ്റും. അപ്പോൾ ഫുൾ ലൈറ്റ്സ് എല്ലാം വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഡീറ്റെയിലിങ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രസ് ബാക്ക് സൈഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ബാക്ക് സൈഡിൽ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചെറിയ ലൈറ്റ് ഫ്രണ്ടിൽ ഓൺ ആയിട്ടുണ്ട്, ഡിം ലൈറ്റ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ പ്രസ്സിന് നമ്മുടെ എല്ലാ ഹസാർഡ് ലൈറ്റ് അതുപോലെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ലൈറ്റും വർക്ക് ചെയ്യും കേട്ടോ. കാണിച്ചു തരാം. കണ്ടോ, ലൈറ്റ് വെള്ള ലൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട്.
അടിപൊളി സാധനം, ഒരു രക്ഷയില്ല കേട്ടോ. ഇതേ സ്ലോ സ്പീഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത്രയും ചെറിയ സ്പീഡിൽ സാധനം മൂവ് ആവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് പുറത്തുനിന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ അതേ ഫസ്റ്റ് നമ്മൾ സ്ലോ സ്പീഡാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ചാനൽ 3 നമ്മൾ ഫസ്റ്റ് ബട്ടൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്ലോ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സ്പീഡ് ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുത്തേക്കുവാണ്. മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത്ര സ്പീഡേ പോകത്തുള്ളൂ. ഇത് ശരിക്കും നമുക്ക് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഓടിക്കാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ ലൈറ്റും കൂടെ ഒന്ന് ഓണാക്കാം. അപ്പോൾ ഇത് ചാനൽ 4 പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഡിം ലൈറ്റ് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോഗ് ലൈറ്റും ഹസാർഡ് ലൈറ്റും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ സ്പീഡിലേക്ക് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ സ്പീഡ് മാക്സിമം എത്ര വരുന്നതെന്ന് നോക്കാം. ഫുൾ ത്രോട്ടിൽ നമ്മൾ കൊടുക്കാൻ പോവാണ്. ഇതാണ്ടല്ലോ, ഇതാണ് കേട്ടോ ഫുൾ സ്പീഡ് വരുന്നത്. വലിയ സ്പീഡെന്ന് പറയാൻ മാത്രം ഇല്ല, പക്ഷേ ഈ വണ്ടിക്ക് ഈ പറയുന്ന സ്പീഡിൻ്റെ ആവശ്യമില്ല. കാരണം ഇതാണ് അതിൻ്റെ ഒരു ഫണ്ണ് കേട്ടോ. അപ്പോൾ ഇനി ഇവനെ കൊണ്ട് നമുക്കൊന്ന് ഓഫ് റോഡ് പോയി നോക്കാം. നമുക്ക് നമ്മുടെ താഴത്തെ പറമ്പിലൊന്ന് ഓടിക്കാമേ. ഈ റോഡും കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കിനും അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറമ്പുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്പീഡ് മോഡിൽ തന്നെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. എന്നാലും കുറച്ച് ത്രോട്ടിലേ കൊടുത്തിട്ടുള്ളൂ. വണ്ടിയുടെ ഒരു ആർട്ടിക്കുലേഷൻ കാണാൻ നല്ല രസമാണ് കേട്ടോ. വണ്ടി നല്ല പ്രോപ്പർ ആക്ഷനൊക്കെ കിട്ടുന്നുണ്ട്. കാരണം ബോഡിയുടെ വെയിറ്റ് തന്നെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഗിയർ ചേഞ്ച് ചെയ്യാം. നമ്മൾ ഓഫ് റോഡിങ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പതിയെ ക്രോൾ ചെയ്യുകയാണ് കേട്ടോ. പവർ നല്ല പവറാണ് വണ്ടിക്ക്. കാരണം എവിടെയും വണ്ടി ചെറുതായിട്ടൊന്നും ഡിലേ ആകുന്ന ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ ഒബ്സ്റ്റക്കിൾ എന്ന് പറയാൻ മാത്രമേ ഇല്ല കേട്ടോ. ഈ വണ്ടിയെ സംബന്ധിച്ച് വലിയ ഒബ്സ്റ്റക്കിളൊന്നും അല്ല ഇതിൻ്റെ പവറിനെ വെച്ചിട്ട്. പിന്നെ എല്ലാ വണ്ടിക്കും ഉള്ളതുപോലെ തന്നെ ഇതും സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അതനുസരിച്ച് വ്യത്യാസം വരും. നമ്മൾ ഒറിജിനൽ ജിമിനി മേടിച്ചാലും നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഓടിക്കണമെങ്കിൽ അതിന് എന്താണെങ്കിലും മോഡിഫൈ ചെയ്യണം. അപ്പോൾ RC കാരനും ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ അതേ നമ്മൾ ചാനൽ മാറ്റുന്നു. കുറച്ച് സ്പീഡായിട്ടുണ്ട്. അപ്പോൾ അങ്ങേ അറ്റത്ത് നമുക്ക് കുറച്ച് മണ്ണൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ആരാ കൂട്ടിന്ന് ഇറങ്ങിയത്? റിയോ കൂട്ടിന്ന് ഇറങ്ങിയോ? അവനെ പിടിക്കാം നമുക്ക് കേട്ടോ. ഇപ്പോൾ വരാവേ. റിയോ കൂട്ടിന്ന് ഇറങ്ങിയെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങേ അറ്റത്തോട്ട് പോകാം. ഇച്ചിരി സ്പീഡിൽ അങ്ങ് ഓടിച്ച് നോക്കാവേ. സസ്പെൻഷൻ്റെ സംഭവമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ഒരു ഡോർ ഇച്ചിരി തുറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മണ്ണയിലാണ് കേട്ടോ നമ്മൾ കയറ്റാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഈ മതിലും ഇതും കൂടെ ഉള്ള ഒരു ആംഗിൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും എന്തോ ഒരു സ്റ്റീപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഓഫ് റോഡ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. പതിയെ ക്രോൾ ചെയ്യാം. സിമ്പിൾ, ഒരു സീനും ഇല്ല കേട്ടോ. അവിടെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ബാക്ക് എടുത്തിട്ട് ഒന്ന് മാറിപ്പോവാണ്. കുഞ്ഞാപ്പ് ആദ്യം കയറിയതേ അവിടെ എത്തി നിൽപ്പുണ്ട് കേട്ടോ. വണ്ടി ഇപ്പോൾ വരും അവിടെ ഒന്നും. എന്താണെങ്കിലും നമ്മളിവനെ കയറ്റിയിട്ടേ ഉള്ളൂ. ആ ചെടിയിലാണ് കേട്ടോ കയറി തെന്നുന്നത്. കുറച്ച് സ്പീഡിൽ അങ്ങ് പോയി നോക്കാം. യെസ്, ഇവിടെ മണ്ണ് അത്യാവശ്യം ഉറച്ച് കിടക്കുന്നതുകൊണ്ട് അവന് വലിയ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ എത്തിയപ്പോൾ ഇച്ചിരി ഹൈറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീലൊക്കെ കുറച്ചൊന്ന് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. വീല് പിടിക്കുന്നില്ല. ഇവിടെ ഇച്ചിരി പാടാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും നമുക്ക് കയറ്റി നോക്കാം കേട്ടോ. ആ കല്ല് ഒരു പ്രശ്നമാണ്. പക്ഷെ ചെറിയൊരു പിടുത്തം കിട്ടി അവൻ കയറി പോകേണ്ടതാണ്. നമുക്ക് റൈറ്റ് സൈഡിൽ കൂടെ എടുത്ത് നോക്കാം. യെസ്, ഓ ഡിസ്റ്റൻസ്. വണ്ടി നമ്മുടെ ഒറിജിനൽ സ്ഥലത്ത് നിന്ന് മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രക്ഷയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇച്ചിരിയുടെ സ്ഥലം മാറ്റി പിടിക്കാം. ഇച്ചിരിയുടെ സൈഡിൽ നിന്ന്, ഓ അവിടെയും പണിയാണ്. നമുക്ക് ഇങ്ങനെ കറങ്ങി കയറി നോക്കാവേ, നേരെ കയറാതെ ഇച്ചിരി സൈഡിൽ കൂടെ ചെന്ന് കയറി നോക്കാം. വണ്ടി തെന്നി പോവാണ് കേട്ടോ. നമ്മൾ അടുത്ത സൈഡ് ട്രൈ ചെയ്യുവാണ്. വണ്ടി തെന്നി ഇങ്ങേ അറ്റം വരെ എത്തി. ഇവിടെ കൂളായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ സ്ഥലം ഇച്ചിരി പാടാണ്. അവിടെ കുറച്ച് നല്ല സ്റ്റീപ്പാണ് കേട്ടോ. ഈ വണ്ടിയുടെ ഒരു കേപ്പബിലിറ്റി വെച്ച് അതിൻ്റെ അപ്പുറത്തുള്ളൊരു ക്ലൈമ്പാണത്. എന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അവിടെ എന്താണെന്ന് കയറ്റി നോക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു കേട്ടോ. പക്ഷേ നമ്മുടെ ബാറ്ററി അത്രയും നിന്നില്ല. കാരണം കുറച്ച് നേരമൊക്കെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഈ വണ്ടിയെ കൊണ്ട് പറ്റുന്ന ഒരു ക്ലൈംബ് അല്ല ഇത്. എന്നാലും നമ്മൾ വെറുതെ ട്രൈ ചെയ്തതാണ്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ RC മോട്ടോർസിൻ്റെ വെബ്സൈറ്റും അതുപോലെ തന്നെ അവരുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതും അതുപോലെ തന്നെ ഇതുപോലെ കുറേ കളക്ഷൻസ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.